വളരെ കൗതുകകരമായൊരു വാർത്ത പത്തനംതിട്ട സലഫി മസ്ജിദിൽ നിന്നാണ്. നമുക്കറിയാം എന്തൊരു ചൂടാണ്. ഈ ചൂടൊന്ന് മാറിക്കിട്ടാൻ സലഫി മസ്ജിദിൽ കൂട്ടപ്രാർത്ഥന, സ്ത്രീകളും പുരുഷന്മാരും ഒക്കെ പള്ളിയുടെ അങ്കണത്തിൽ നിന്ന് മഴ പെയ്യാൻ വേണ്ടി പ്രാർത്ഥന നടത്തുകയാണ്. ഞാൻ പെട്ടെന്ന് ആലോചിച്ചത്, ഇത്തരം ഒരു പ്രാർത്ഥന വല്ല അമ്പലത്തിലോ വല്ലതും നടന്നാൽ ഇവിടെ സയൻറ്റിഫിക് ടമ്പറൊക്കെ പോയി എന്ന് പറഞ്ഞ് വരുമായിരുന്നു. പക്ഷേ നമ്മുടെ മാധ്യമങ്ങളിലൊക്കെ ഇത് 2-3 മിനിറ്റ് വാർത്തയാണ്. കൊടും ചൂടിന് ശമനമുണ്ടാക്കാൻ വേണ്ടി സലഫി മസ്ജിദിൽ പ്രാർത്ഥന. കണ്ടിരുന്നോ? ഞാൻ കണ്ടില്ല. എനിക്കത് ഊഹിക്കാൻ പറ്റും. കാരണം അവരുടെ നരേറ്റീവിന് പറ്റിയ ഒരു ഏർപ്പാടാണിത്. അതുകൊണ്ട് അതിനെ അവർ പിന്തുണയ്ക്കുന്നു. അമ്പലത്തിൽ പ്രാർത്ഥിച്ചാൽ അത് അന്ധവിശ്വാസമാണ്. മുസ്ലിം പള്ളിയിൽ പ്രാർത്ഥിച്ചാൽ അത് ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഇത് കേരളത്തിൽ ഈ ഇക്വേഷൻ നിലവിൽ വന്നിട്ട് കാലം കുറേ ആയി. ഞാൻ ഈ ഒരു ഡിബേറ്റിൽ ഒരു ഇടതുപക്ഷക്കാരനോട് ചോദിച്ചു, ഇസ്ലാമിലെ ഏതെങ്കിലും ഒരു അന്ധവിശ്വാസത്തിൻ്റെ പേര് പറയാമോ എന്ന് ചോദിച്ചു. നിങ്ങൾക്ക് പറയാൻ പറ്റിയില്ല. പിന്നെ ഇസ്ലാമിൽ അന്ധവിശ്വാസം ഉണ്ടെന്നൊക്കെ പുള്ളി പറഞ്ഞു. ഞാൻ പറഞ്ഞു ഒരെണ്ണത്തിൻ്റെ പേര് പറയാമെന്ന് പറഞ്ഞു. ഞാൻ കണ്ടതാ. അങ്ങനെ പറയാൻ പറ്റുന്നില്ല. കാരണം ഇസ്ലാമിൽ അന്ധവിശ്വാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ കേരളത്തിൽ ഒരു വലിയ പ്രശ്നമാണ്. അങ്ങനെ പറയാൻ പാടില്ല. അന്ധവിശ്വാസമൊക്കെ ഹിന്ദുക്കളുടെയാണെന്നേ. ഇസ്ലാമാണ് പ്യുവറാണ്. ഇത് കുഴപ്പമില്ല ടീച്ചർ. ഞാനിപ്പോഴാണ് ഓർത്തത്, ഇടയ്ക്കൊരു പാഠപുസ്തകത്തിൻ്റെ പേജ് നമ്മൾ കണ്ടില്ലായിരുന്നോ, മഴ പെയ്യിക്കുന്നത് അള്ളാഹുവാണ്. അപ്പോൾ പിന്നെ പ്രാർത്ഥിച്ചാൽ ശരിയാവുമല്ലോ. മഴ പെയ്യിക്കുന്നത്, കാറ്റടിക്കുന്നത്, പ്രാണവായു തരുന്നത്, ഇതെല്ലാം അല്ലാഹു ആണെന്ന് അവർ വിശ്വസിക്കുന്നു. ബട്ട് ഇത് ഡെമോൺസ്ട്രേറ്റ് ചെയ്ത ആൾക്കാർ ഹിന്ദുക്കളാണ്. അത് പ്രാർത്ഥനയും സംഗതിയൊന്നും നടത്തിയിട്ടില്ല. വെറും അമൃതവർഷിണി എന്നുള്ള രാഗത്തിൽ കീർത്തനം ചൊല്ലി മഴ പെയ്യിച്ചിട്ടുണ്ട്. വളരെ പഴയ കാലമൊന്നുമല്ല, ഇപ്പോഴും ചെയ്യും. ഇപ്പോഴും നല്ല കർണാടക സംഗീതത്തിലെ നല്ല പ്രാവീണ്യമുള്ള ആളുകൾ, അത് ആണോ പെണ്ണോ ആയിക്കോട്ടെ, നിങ്ങളൊരു കർണാടക സംഗീത കച്ചേരി വയ്ക്കുക, അമൃതവർഷിണി രാഗത്തിൽ പാട്ട് പാടാൻ പറയുക, ഉറപ്പായിട്ട് മഴ പെയ്യും. ചിലപ്പോൾ ആ പ്രദേശത്ത് മാത്രമായിരിക്കും, കേരളം മൊത്തം ഒന്നും മഴ കിട്ടിയെന്ന് വരും. അമൃതവർഷിണി രാഗത്തിന് ഈ ഒരു കഴിവുണ്ട്. പിന്നെ ആരെങ്കിലും ചെയ്തുകൂടെ? ചെയ്യുന്നുണ്ടല്ലോ. ഈ ഞാൻ പറയുന്നത് ഇപ്പോൾ ഈ മുസ്ലിം പള്ളിയിലെ ആയതുകൊണ്ട്, അവരുടെ സ്വന്തക്കാരായതുകൊണ്ട് ചാനലെടുത്ത് ആഘോഷിച്ച് കാണും. ഹിന്ദുവിൻ്റെ എത്രയോ ക്ഷേത്രങ്ങളിൽ എത്രയോ സ്ഥലത്ത് എന്തെല്ലാം നടക്കുന്നുണ്ടാകും പ്രാർത്ഥനകളൊക്കെ. ഇതൊക്കെ ഇപ്പോൾ എത്രയോ വർഷങ്ങളായിട്ട് ഹിന്ദുവിന് ഒരു പ്രത്യേകമുണ്ട്. മഴ പെയ്യാനായിട്ട് പ്രത്യേക മന്ത്രങ്ങളുണ്ട്. ഇസ്ലാം ചെയ്യുന്നത്, ഇതെല്ലാം ചെയ്യുന്നത് അല്ലാഹു ആയതുകൊണ്ട് അല്ലാഹു മഴ തരണേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുക. ഇതങ്ങനെയല്ല. മഴ പെയ്യാനായിട്ട് ഒരു മന്ത്രം, മഴ നിർത്താനായിട്ട് അടുത്ത മന്ത്രം, നെല്ല് കൂടുതൽ വിളയാൻ ഒരു മന്ത്രം, ഏതെങ്കിലും സാധനം കള നശിച്ചു പോകാൻ. അന്ധവിശ്വാസമല്ലേ? അന്ധവിശ്വാസം എന്തുമായിക്കോട്ടെ, അത് വർക്ക് ചെയ്യുന്നുണ്ട്. ഈ ശാസ്ത്രീയ തോമസ് ആൽവ എഡിസന്റെ ലാബോറട്ടറിക്ക് മുമ്പിൽ അദ്ദേഹം ഐശ്വര്യത്തിൻ്റെ പ്രതീകം സ്വസ്തിക, ഈ ഹിറ്റ്ലറുടെ സ്വസ്തികയല്ല, നമ്മുടെയൊക്കെ വീടുകളിൽ സ്വസ്തിക വെച്ചിരുന്നു. അപ്പോൾ ആൾക്കാർ ചോദിച്ചു, നിങ്ങൾ ഇത്ര വലിയ സയൻറ്റിസ്റ്റായിട്ട് ഇതിൽ വിശ്വാസമുണ്ടോ? എഡിസൺ പറഞ്ഞു, ഞാൻ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും അത് പ്രവർത്തിക്കുന്നുണ്ട്. വെദർ ഐ ബിലീവ് ഇറ്റ് ഓർ നോട്ട്, ഇറ്റ് വർക്ക്സ്. അതുപോലെ അമൃതവർഷിണി രാഗത്തിൽ എനിക്ക് വിശ്വാസമുണ്ടോ? ഈ മോഹൻദാസ് എന്ന് പറയുന്ന തല്ലിപ്പുള്ളിക്ക് വിശ്വാസം ഉണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല, അമൃതവർഷിണി പാടിക്കഴിഞ്ഞാൽ മഴ പെയ്യുന്നുണ്ട്. ഫാക്റ്റ് അതാണ്. ഇറ്റ് വർക്ക്സ്. അപ്പോൾ നിങ്ങൾക്ക് മന്ത്രത്തിൽ നിങ്ങൾക്ക് വിശ്വാസം വേണമെന്ന് മന്ത്രത്തിന് നിർബന്ധമില്ല. ഈ മന്ത്രം ആത്മാർത്ഥമായിട്ട് ചൊല്ലിക്കഴിഞ്ഞാൽ മഴ പെയ്യും. യാഗത്തിൻ്റെ അവസാനം മഴ പെയ്യും. മഴ പെയ്യിക്കാനുള്ള യാഗങ്ങളുണ്ട്, മഴ പെയ്യിക്കാനുള്ള രാഗങ്ങളുണ്ട്. രാഗങ്ങളും യാഗങ്ങളും മഴ പെയ്യിക്കും. ഇതൊക്കെ പറഞ്ഞാൽ നമ്മളെ അന്ധവിശ്വാസി പിന്തിരിപ്പൻ സയൻറ്റിഫിക് ടമ്പറിന് നിരക്കാത്തതെന്ന് പറയുമല്ലോ. ഇതൊക്കെ എന്നൊന്നും പറയരുത്. ഹിന്ദു പറഞ്ഞു കഴിഞ്ഞാൽ അത് അന്ധവിശ്വാസമാകും. ഇത് തന്നെ മുസ്ലിം ചെയ്തു കഴിഞ്ഞാൽ അതിന് കൈയടിക്കാനാളുണ്ട്. മുസ്ലിങ്ങൾക്ക് നിർഭാഗ്യവശാൽ മഴ പെയ്യിക്കാൻ മന്ത്രമൊന്നുമില്ല. അവരുടെ എല്ലാ അല്ലാഹുവാണല്ലോ. അല്ലാഹുവിനോട് മഴ തായോ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കും. ഇതേ അവർക്ക് ചെയ്യാനുള്ളൂ. ഹിന്ദുവിൻ്റെ അങ്ങനെയല്ല. ഹിന്ദുവിന് മഴ പെയ്യാനായിട്ട് ദൈവത്തോട് പ്രാർത്ഥിക്കുക. അത് സാധാരണ വല്യമ്മമാരൊക്കെ എൻ്റെ ദൈവമേ എങ്ങനെയെങ്കിലും മഴ പെയ്ത് ചൂടെന്ന് പറഞ്ഞാൽ ആശ്വാസം. ഇത് പറയും
ഈ ഡിസൈൻ ചെയ്ത, അതാണ് ഞാൻ പറഞ്ഞത്, കർണാടക സംഗീതത്തിലെ അമൃതവർഷിണിയും മറ്റ് സംസ്കൃതത്തിലെ ശ്ലോകങ്ങളും മഴ പെയ്യിക്കാനുള്ള, ഇത് കൂടാതെ യാഗങ്ങളും, ഇതൊക്കെ ഹിന്ദു ചെയ്യുന്നതാണ്. അത് ഹിന്ദു ചെയ്യുന്നു എന്നുള്ള കാരണം കൊണ്ട് അത് അന്ധവിശ്വാസമാണ്, അത് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നില്ല, വേണ്ട. നല്ല കാര്യമാണ്, നിങ്ങൾ റിപ്പോർട്ട് ചെയ്തത് വഷളാക്കാൻ. റിപ്പോർട്ട് ചെയ്യാതിരിക്കുകയല്ല, ആക്ഷേപിക്കുകയും കൂടെ ചെയ്യും. ആക്ഷേപിക്കും, ഉറപ്പായിട്ടും ആക്ഷേപിക്കും. കാരണം ഇത് ഇസ്ലാമിനെ ഏകദേശം കീഴടങ്ങി കഴിഞ്ഞ ഒരു പ്രദേശത്താണ് നമ്മൾ ജീവിക്കുന്നത്, കേരളത്തിൽ. അല്ലേ? അപ്പോൾ ഇതൊക്കെ സംഭവിക്കും, ഇനി ഇത് കൂടി വരും. അല്ല, ഈ പത്തനംതിട്ട സലഫി മസ്ജിദിലെ കാര്യം നമ്മുടെ സ്പീക്കർ ഷംസീറിനോട് ചോദിച്ചാൽ അദ്ദേഹം അത് സയൻറ്റിഫിക് ടെമ്പറിന് നിരക്കുന്നതാണോ നിരക്കാത്തതാണോ, എന്തായിരിക്കും പറയുക? ടി ജിക്ക് എന്ത് തോന്നുന്നു? അങ്ങനെ സയൻറ്റിഫിക് ടെമ്പറൊന്നും അവിടെ അപ്ലൈ ചെയ്യില്ല. അങ്ങനെ പറയും, എല്ലാ വിശ്വാസികളെയും ബഹുമാനിക്കുന്ന ഒരു പാർട്ടിയാണ് ഞങ്ങളുടെ പാർട്ടി, അതുകൊണ്ട് വിശ്വാസികൾ അവരുടെ പ്രാർത്ഥന നടത്തുന്നതിൽ ഇടപെടാനോ അതിൽ കമൻറ്റ് ചെയ്യാനോ ഞാൻ തയ്യാറില്ല. ഗണപതി ഒഴികെ. അത് മറ്റേ വിശ്വാസി വരട്ടെ, അപ്പം കാണാം, അതിൻ്റെ വിവരം അപ്പം കാണാം. ഇത് പവിത്രമായ ഒരു വിശ്വാസമാണ്. ആ ഷംസീറിൻ്റെ തന്നെ വേറൊരു പ്രസംഗം അതേ സമയത്ത് ഇറങ്ങിയിരുന്നല്ലോ, ഇസ്ലാമിക സമ്പ്രദായത്തെപ്പറ്റി ഒക്കെ പുകഴ്ത്തി രോമാഞ്ചജനകമായ പ്രസംഗമായിരുന്നു, ഒരു ചടങ്ങിൽ പ്രസംഗിക്കുന്നു. അപ്പോൾ അത് ദാറ്റ് ഈസ് ഓബ്വിയസ്. അല്ല, വേനൽ എല്ലാവരെയും ബാധിക്കുന്നുണ്ട്, ഒരു ശമനം ഉണ്ടാകും, മഴ പെയ്യട്ടെ ഒക്കെ നല്ലതാണ്. പക്ഷേ ഈ ഒരു ഞാൻ നേരത്തെ നമ്മൾ പറഞ്ഞു വന്നത് തന്നെ ആവർത്തിക്കുകയാണ്, ഒരു വിഭാഗം ചെയ്യുമ്പോൾ അത് വലിയ പുരോഗമനപരവും ശാസ്ത്രീയവും, മറ്റുള്ളവർ ചെയ്യുന്നത് അശാസ്ത്രീയവും എതിർക്കപ്പെടേണ്ടതും ആവർത്തിക്കാൻ പാടില്ലാത്തതും ആവുന്ന ഈ ഹിപ്പോക്രസി നമ്മൾ ഇനി എത്ര കാലം കണ്ടുകൊണ്ടിരിക്കണം? അല്ല, ഇനിയിപ്പോൾ ഈ ഹിപ്പോക്രസി എന്നുള്ള വാക്കൊക്കെ കളയുക, ഇതാണ് യഥാർത്ഥത്തിൽ ചെയ്യേണ്ടത്. കേരളത്തിൽ നിഷ്പക്ഷൻ എന്ന് പറഞ്ഞാൽ ഇടതുപക്ഷൻ എന്നാണ് അർത്ഥം. ഇടത്തോട്ട് ചാഞ്ഞു നിൽക്കുന്നവനാണ് നേരെ നിൽക്കുന്നവൻ. അപ്പോൾ നമ്മൾ ചോദിക്കും, ഇയാളെന്താ ഈ ഇടത്തോട്ട് ചാഞ്ഞു നിൽക്കുന്നത്? ആ ചോദ്യം തെറ്റാണ്. ഇയാൾ നേരെ നിൽക്കുകയാണ് നമ്മൾ അതാണ് തെറ്റ്. നേരെ നിൽക്കുന്നവനെ കണ്ടിട്ട് ഇയാളെന്താ വലത്തോട്ട് ചാഞ്ഞു നിൽക്കുന്നതെന്ന് ചോദിക്കണം. ഇയാളൊരു വലതുപക്ഷ ബൂർഷ്വയാണ്, അതുകൊണ്ടാണ് ഇയാൾ വലത്തോട്ട് ചാഞ്ഞു നിൽക്കുന്നത്. വാസ്തവത്തിൽ അയാൾ നേരെയാണ് നിൽക്കുന്നത്. ഇപ്പം നേരെ നിൽക്കുന്നവനല്ല, ഇടത്തോട്ട് ചാഞ്ഞവനാണ് നേരെ നിൽക്കുന്നവൻ. ഈ ഇക്വേഷൻ നമ്മുടെ മനസ്സിൽ നമ്മൾ സ്വാംശീകരിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ മനപ്രയാസം ഒഴിഞ്ഞു കിട്ടും. അതല്ലെങ്കിൽ നമ്മൾ ഈ ഇരട്ടത്താപ്പാണ്, വൈരുദ്ധ്യമാണ്, ഹിപ്പോക്രസിയാണെന്നൊക്കെ പറഞ്ഞ് നമ്മൾ വിഷമിച്ചുകൊണ്ടിരിക്കും. അല്ല, പ്രാർത്ഥിച്ചാൽ മഴ പെയ്യും എന്നുള്ളത് അന്ധവിശ്വാസമല്ലേ? അത് ആര് പ്രാർത്ഥിച്ചു എന്നുള്ളതിനെ ആശ്രയിച്ചിരിക്കും. ആ നമ്പർ ഇങ്ങോട്ട് ഇറക്കണ്ട. മനസ്സിലായി ടി ജി. പക്ഷേ പ്രാർത്ഥിച്ച് എവിടെയെങ്കിലും മഴ പെയ്തിട്ടുണ്ടോ? ഉണ്ട്. എവിടെയാണ്? പാഞ്ഞാളതിരാത്രി അത് കഴിഞ്ഞപ്പോൾ മഴ പെയ്തിട്ടുണ്ട്. അതിനുശേഷം എത്രയോ സോമയാഗങ്ങൾ, അത് ഇതൊക്കെ, അതിൻ്റെ അവഭൃത സ്നാനത്തിൻ്റെ സമയത്ത് മഴ പെയ്തിട്ടുണ്ട്. അത് ഹിന്ദു ചെയ്യുന്നതുകൊണ്ട് ആളുകൾ അത് മൈൻഡ് ചെയ്തിട്ടില്ല. ഈ യാഗങ്ങളൊക്കെ നടക്കുമ്പോൾ വലിയ എതിർപ്പുണ്ടായിരുന്നു കേരളത്തിൽ. ഉണ്ടായിരുന്നു. പ്രതിഷേധ യാഗങ്ങളോടായിരുന്നില്ല എതിർപ്പ്, യാഗത്തിൽ ഉള്ള ഒരു പ്രത്യേക ഈ പശുവിനെ ശ്വാസം മുട്ടിച്ച് വപയെടുക്കുന്ന ഒരു ചടങ്ങുണ്ട്, അതിനെയാണ് എതിർത്തത്. അത് പിന്നെ സോൾവ് ചെയ്തു. അന്ന് എല്ലാവരും ഇരുന്ന് ചർച്ച ചെയ്തിട്ട് അതിനൊരു സൊല്യൂഷൻ. അല്ല, അത് ഹിന്ദു മതത്തിൽപ്പെട്ട ആളുകൾ തന്നെയായിരുന്നു. ഞാൻ പറഞ്ഞത് ഈ പുരോഗമന ഇടതുപക്ഷ പുരോഗമനക്കാർ അല്ലെങ്കിൽ ഹിന്ദുവിൻ്റെ എല്ലാത്തിനെയും എതിർത്തുകൊണ്ടിരുന്നതാണല്ലോ. ഇപ്പോഴും എതിർക്കുന്നുണ്ട് അവർ. സത്യസന്ധമായിട്ട് അവരോട് ചോദിക്കുക, ശബരിമലയ്ക്ക് പോകുന്നത്, അപ്പോൾ അവർക്ക് എതിർപ്പുണ്ട്. ശബരിമലയ്ക്ക് ആൾ പോകുന്നതിൽ അവർക്ക് എതിർപ്പുണ്ട്. ഗുരുവായൂരമ്പലം ഫ്ലറിഷ് ചെയ്യുന്നതിൽ അവർക്ക് എതിർപ്പുണ്ട്. അല്ല, നാട്ടിൽ ഇതുവരെ ഇല്ലാത്ത വരൾച്ചയാണ് ഈ വർഷം. നമ്മൾ ഈ വർഷം ന്യൂസിലാവും, അടുത്ത വർഷം ഇതിലും കൂടി ചൂടാവും. അപ്പോൾ എന്തുകൊണ്ടായിരിക്കും ഒരു പക്ഷേ ഈ ഹിന്ദു സംഘടനകൾക്കോ അല്ലെങ്കിൽ ഹിന്ദു വിശ്വാസികൾക്കോ ഒരു അമൃതവർഷിണിയോ വെക്കുന്ന ഒരു കച്ചേരിയോ ഒരു യാഗമോ ഒക്കെ നടത്തിയേക്കാം എന്ന് തോന്നാത്തത്? പേടിച്ചിട്ടാണോ? അങ്ങനെയൊന്നുമല്ല, അത് ചെയ്തില്ല എന്നുള്ളതേ ഉള്ളൂ. അത് ആരെങ്കിലും ഒന്ന് മുൻകൈ എടുക്കാനുണ്ടെങ്കിൽ അതങ്ങ് നടന്നു പോകും. ആരും ചെയ്താൽ അത് ഇതിന് പ്രൂവ് ചെയ്യാനൊരു അവസരമായിരുന്നു. അല്ല, ഇത് പ്രൂവ് ചെയ്ത് കഴിഞ്ഞു. ഇപ്പോൾ ഇടതുപക്ഷക്കാരൻ്റെ സർട്ടിഫിക്കറ്റില്ലെന്നല്ലേ ഉള്ളൂ, അത് വേണ്ട പോവുക, അത് കൊണ്ടുപോകുമോ? ഇതൊക്കെ പ്രൂവ് ചെയ്ത കാര്യമാണ്. അല്ലെങ്കിൽ എന്നെപ്പോലെ ഞാനും എഞ്ചിനീയറാണ്, നല്ല സയൻറ്റിഫിക് ടെമ്പറുള്ള മനുഷ്യനാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, എനിക്ക് വിശ്വാസമുണ്ടോ എന്ന് സുനിൽ ചോദിച്ചപ്പോൾ ഞാൻ മറുപടി പറഞ്ഞില്ലേ, എനിക്ക് വിശ്വാസമുണ്ടോ ഇല്ലയോ എന്നുള്ളത് അപ്രസക്തമാണ്. ഐ എം ടു സ്മോൾ. അതാണ് എഡിസൺ പറഞ്ഞത്, എനിക്ക് വിശ്വാസം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും അത് പ്രവർത്തിക്കുന്നു, ഞാൻ എന്ത് ചെയ്യും? സ്വസ്തിക.
അതുകൊണ്ട് ഞാനത് വെച്ചിരിക്കുന്നു. എനിക്കിതിനോട് സംശയമൊക്കെ ഉള്ളൂ, ഉറപ്പൊന്നുമില്ല. ഇത് വെച്ചാൽ ഐശ്വര്യം വരും, എല്ലാം എൻ്റെ ലാബൊക്കെ ഭംഗിയായിട്ട് നടക്കും. ബട്ട് ഇതിപ്പോൾ പ്രവർത്തിക്കുന്നത് കുഴപ്പമൊന്നും ഉണ്ടാവുന്നില്ല. അപ്പോൾ പിന്നെ എന്തിനാണ് അവിടെ ഇരുന്നോട്ടെ? ഇതാണ്. അതും ഒരു സയൻറ്റിഫിക് ടെമ്പറാണ്. അക്സെപ്റ്റിംഗ് ദ കോൺവേഴ്സ് ഓഫ് യുവർ ഐഡിയ വിത്ത് ആൻ ഓപ്പൺ മൈൻഡ്, അതാണ് സയൻറ്റിഫിക് ടെമ്പർ. ഒരു യഥാർത്ഥ സയൻറ്റിസ്റ്റിനോട് നിങ്ങൾ അദ്ദേഹത്തിൻ്റെ തീസിസിന് കൗണ്ടറായിട്ട് ഒരു തീസിസ് കൊണ്ടുപോവുക. അദ്ദേഹം പറയും, ഞാനിതൊന്ന് വായിച്ച് നോക്കട്ടെ. സത്യസന്ധമായിട്ട് വായിച്ച് നോക്കും. എന്നിട്ട് നിങ്ങൾ പറയുന്നതാണ് ശരിയെങ്കിൽ അദ്ദേഹം തൻ്റെ ശരി തിരുത്തും. ഇതാണ് സയൻറ്റിഫിക് ടെമ്പർ. അതല്ലാതെ പണ്ടെന്നോ മാർക്സ് എഴുതി വെച്ച ഒരു സാധനമുണ്ട്, അതാണ് ശരി, സയൻസ് അവിടെ അവസാനിച്ചു. ഇപ്പോൾ ഈ പല ആൾക്കാരും സയൻസ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നടക്കുന്നത് ന്യൂട്ടൻ്റെ കാലത്തെ സയൻസാണ്. സയൻസ് അവിടെ നിന്ന് എത്രയോ മുന്നോട്ട് പോയി, ഈ കക്ഷികൾ അവിടെ തന്നെ നിൽക്കുക. ന്യൂട്ടൻ്റെ ഭരണിയിൽ തൻ്റെ തലച്ചോറ് ഉപ്പിലിട്ട് വെച്ചിരിക്കുകയാണ് പലരും, എന്നിട്ട് ഇങ്ങനെ ആർഗ്യൂ ചെയ്യും. സയൻസ് ഇതൊക്കെ തന്നെ, സയൻസ് ഇത്രയും മുന്നോട്ട് പോയി കഴിഞ്ഞു. സോ സയൻറ്റിഫിക് ടെമ്പർ എന്ന് പറയുന്നത് അതിന് പ്രധാനമായിട്ടും വേണ്ടത് ഓപ്പൺ മൈൻഡാണ്, ടു ലിസൺ ടു ദ അതർ സൈഡ്. ഇതില്ലാതെ എൻ്റെ സൈഡ് വെച്ചിട്ട്, അതും 250 വർഷം മുമ്പുള്ള തിയറി വെച്ച് ഞാനങ്ങോട്ട് ഫ്രീസ് ചെയ്തിട്ട് ഇതാണ് സയൻസ്, കഴിഞ്ഞു, ദിസ് ഈസ് അൾട്ടിമേറ്റ് എന്ന് പറയുന്നതാണ് അന്ധവിശ്വാസം. ഇപ്പോൾ പക്ഷേ കേരളത്തിൽ ഇത് തലതിരിഞ്ഞു. ഈ ഓപ്പൺ മൈൻഡുള്ളവൻ അന്ധവിശ്വാസിയും ഇതില്ലാത്തവൻ ശാസ്ത്രീയ ചിന്തയുള്ളവനും സയൻറ്റിഫിക് ടെമ്പർ ഉള്ളവനും അത് മാറി. ഏതായാലും നമുക്ക് ഈ മഴ പെയ്യണം എന്ന് ആഗ്രഹിക്കുന്നവരെ കുറ്റപ്പെടുത്താൻ പറ്റില്ല. അവർ പ്രാർത്ഥിച്ചോ, ഉപവാസം ഇരുന്നോ, മന്ത്രം ചൊല്ലിയോ, സംഗീതം ആലപിച്ചോ മഴ പെയ്യിക്കട്ടെ. പക്ഷേ ഇതിനെയൊക്കെ ഏകപക്ഷീയമായി ചിലത് ശാസ്ത്രീയം, ചിലത് വിമർശിക്കപ്പെടേണ്ടത്. ഞാൻ ഈ സയൻറ്റിഫിക് ടെമ്പറുള്ള ആൾക്കാരോട് പറയട്ടെ, ഇപ്പോൾ കേരളത്തിൽ ചൂട് കൂടിയിട്ട് ദിവസം എത്രയായി? ക്ലൗഡ് സീഡിങ് എന്ന് പറഞ്ഞൊരു ടെക്നോളജിയുണ്ട്. ആരെങ്കിലും ഇതേപ്പറ്റി സംസാരിക്കുന്നത് കേട്ടിട്ടുണ്ടോ? സയൻറ്റിഫിക് ടെമ്പറുള്ള ആൾക്കാർ പറയണ്ടേ. ഇത് ഗൾഫിൽ ചെയ്യുന്നതാണ്. ഗൾഫിൽ ഇപ്പോൾ ഉണ്ടായ അതിവർഷം പലരും മുങ്ങിപ്പോയല്ല. ആദ്യം അവർ കുറ്റപ്പെടുത്തിയത് ക്ലൗഡ് സീഡിങ് നടത്തി മഴ പെയ്യിച്ചതാണ്. ഫൈനലി 3-4 ദിവസം കഴിഞ്ഞ് അന്വേഷിച്ചാണ് ഗവൺമെൻറ് പറയുന്നു, നോ, ക്ലൗഡ് സീഡിങ് നടന്നിട്ടില്ല. ക്ലൗഡ് സീഡിങ് നടത്തി അവർ മഴ പെയ്യിക്കാറുണ്ട്. ദർ ഈസ് എ സയൻറ്റിഫിക് മെത്തേഡ് ഓഫ് ക്രിയേറ്റിംഗ് ആൻ ആർട്ടിഫിഷ്യൽ റെയിൻ ത്രൂ ക്ലൗഡ് സീഡിങ്. എന്തുകൊണ്ടാണ് കേരളം അതേപ്പറ്റി ആലോചിക്കാത്തത്? കേരളത്തിൽ ഇത്ര വലിയ ചൂട് താങ്ങാൻ പറ്റില്ല. ഇതൊരു ഒരുതരം ഉത്തരേന്ത്യൻ ചൂടാണ് ഇപ്പോൾ കേരളത്തിൽ. അതിൻ്റെ നേച്ചർ അങ്ങനെയാണ്. ഉത്തരേന്ത്യയിൽ ഹ്യൂമിഡിറ്റി ഇത്രയില്ല, അതുകൊണ്ട് നമുക്ക് ശ്വാസം മുട്ടൽ കുറവായിരിക്കും. ഇവിടെ 100% ഹ്യൂമിഡിറ്റി. മിനിഞ്ഞാന്ന് മട്ടാഞ്ചേരിയിൽ 100% ഹ്യൂമിഡിറ്റി. കുറ്റമല്ല, തൊട്ടടുത്ത് കടൽ, ഒരു വശത്ത് കായലും മറ്റും അപ്പുറത്ത് കടൽ, ഹ്യൂമിഡിറ്റി ഇല്ലാതിരിക്കുമോ? 100% ഹ്യൂമിഡിറ്റി വിത്ത് 36 ഡിഗ്രി സെൻറ്റിഗ്രേഡ്. എന്ത് ചെയ്യും? ഇഡ്ഡലി വേവിക്കുന്ന പോലെ മനുഷ്യനെ വേവിച്ചെടുക്കാം, ആ അവസ്ഥ. എന്നിട്ടും സയൻറ്റിഫിക് ടെമ്പറുള്ള ആരും ക്ലൗഡ് സീഡിങ്ങിനെ പറ്റി ആലോചിക്കുന്നില്ല, പറയുന്നില്ല. ആരെങ്കിലും പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ അത് മുസ്ലിം ആണെങ്കിൽ കൊള്ളാമെന്നും ഹിന്ദു ആണെങ്കിൽ കൊള്ളൂലെന്നും പറയാൻ ഇപ്പോഴും സയൻറ്റിഫിക് ടെമ്പറുകാർ തയ്യാറാണ്. അല്ല, ഇതൊക്കെ ആലോചിക്കാൻ പറ്റുന്ന അവസ്ഥയിലാണോ കേരളം? പെൻഷൻ കൊടുക്കാൻ കാശില്ല. കാശില്ലാത്തത് വേറൊരു കാര്യം. വേർ ഈസ് ദ ഐഡിയ? അതാണ് ഞാൻ ചോദിക്കുന്നത്. ഏതെങ്കിലും ഈ പറഞ്ഞ സയൻറ്റിഫിക് ടെമ്പറുകാരൻ ഇതാ നമ്മുടെ ചൂട് അല്ലാതെ കൂടും, നമ്മൾ വി ആർ ഓൾ സഫറിങ്, അതുകൊണ്ട് അതിന് പരിഹാരം ക്ലൗഡ് സീഡിംഗ് ആണ്. അപ്പോൾ സർക്കാർ പറയുന്നത്, അയ്യോ ക്ലൗഡ് സീഡിങ്ങിനുള്ള കാശൊന്നും ഇല്ലപ്പാ. ക്ലൗഡ് സീഡിങ് ഈസ് നോട്ട് എ ബിഗ് എക്സ്പെൻസീവ് തിങ്. ഒരു വിമാനത്തിൽ മേഘമാലയിലേക്ക് പോയിട്ട് അതിൽ ഈ ഒരു പ്രത്യേകതരം കെമിക്കൽ തളിക്കുക, ഇത്രയേ ഉള്ളൂ. അല്ലാതെ ഈ പറയുന്ന മാതിരി വലിയ റോക്കറ്റൊന്നും വേണ്ട അതിന്. ഇനി വേണം തന്നെ വയ്ക്കുക, ഐ ഡോണ്ട് നോ, എനിക്ക് അതിൻ്റെ ടെക്നോളജി അറിയില്ല. എനിക്ക് അറിയാവുന്ന വെച്ച് ഞാൻ പറഞ്ഞതാണ്. എക്സ്പെൻസസ് രണ്ടാമത് വരുന്നതാണല്ല. ഒന്നുമില്ല, നിങ്ങൾക്ക് പറയാം കേരളം ഒന്ന് തണുപ്പിക്കാനായിട്ട് ക്ലൗഡ് സീഡിങ്, അതിന് കാശ് പോലും ഈ മോദി തരുന്നില്ല എന്ന് പറഞ്ഞിട്ട് മോദിയെ ചീത്ത വിളിക്കാൻ ഒരു ചാൻസ് കിട്ടില്ല. അത് ഉപയോഗിക്കാമല്ലോ. ഇപ്പം ചിലവിന് കാശ് കംപ്ലീറ്റ് മോദി തരണം എന്നുള്ളതാണില്ല. നമുക്ക് കിട്ടുന്ന കാശ് അത് വൈകുന്നേരം സ്മോളിലാണ്. ഞാൻ എറണാകുളത്തെ ഒരു ചെറുപ്പക്കാരൻ എന്നോട് പറഞ്ഞതാണ്, പട്ടിണി കിടക്കാൻ പോലും 250 രൂപ വേണമെന്ന്. ഞാൻ പറഞ്ഞു, പട്ടിണി കിടക്കാൻ 250 രൂപ എന്തിനാണ്?
250 രൂപ സ്മോളിന്, പട്ടിണി, ബാക്കി പട്ടിണി എന്ന് പറയുന്ന പോലെ കേരളത്തിൻ്റെ കാശ് അത് ഞങ്ങൾ വെള്ളം അടിക്കാൻ എടുത്തു, ബാക്കി കാശ് മോദി കൊണ്ടുവരണം. ഇതെങ്കിലും പറയാൻ ഈ പോയിന്റ് ഉപയോഗിക്കാമല്ലോ. ബട്ട് അതുപോലും സയൻറ്റിഫിക് ടെമ്പറുകാരൊന്നും മിണ്ടുന്നില്ല. യു ഹാവ് ടു സയൻസിന് എല്ലാത്തിനും പരിഹാരമുണ്ടല്ലോ, ഈ ചൂടിനൊരു പരിഹാരം ഉണ്ടാക്കപ്പാ. അപ്പോൾ പിന്നെ നാട്ടുകാരെന്ത് ചെയ്യും? അവർ കൺവെൻഷണൽ റൂട്ടിൽ പോലും കൊള്ളുകയില്ലാത്തവർ ഈ യാഗവും അമൃതവർഷണയൊക്കെ ആയിട്ട് നടക്കും, കൊള്ളാവുന്നവർ മസ്ജിദിൽ പ്രാർത്ഥിക്കും. സർക്കാരോ ഇതൊന്നും കണ്ടില്ലെന്ന് വയ്ക്കും. അപ്പോൾ സർക്കാർ കടന്നല്ലോ ദുബായിക്ക്. 16 ദിവസം 16 ദിവസം. അപ്പോൾ ആരുടെ 16 അടിയന്തരമായിരിക്കണം, അതല്ലേ ഈ 16 ദിവസം. അല്ല, അതിനു മുമ്പ് റിയാസ് പോയിട്ടുണ്ട്. അത് ശരി, ആശാൻ ഓൾറെഡി കടന്നു. അതെ അതെ, റിയാസും ഭാര്യയുണ്ട്. പിന്നെ സിംഗപ്പൂരോ. റിയാസും ഭാര്യ എന്ന് പറഞ്ഞാൽ വീണ വിജയൻ. ശരി, റിയാസിൻ്റെ ഭാര്യ എന്ന് പറഞ്ഞ് ഒളിച്ചു കിടത്താൻ ആ പേര് പറ. സ്വകാര്യ സന്ദർശനമല്ലേ? സ്വകാര്യ, അതുകൊണ്ട് പറയുന്നത്. പിന്നെ ദുബായ് മാത്രമല്ല, എന്താ സിംഗപ്പൂരോ ഒക്കെ ഉണ്ട്, ഇന്തോനേഷ്യ. അടിച്ച് റെഡിയായി വരട്ടെ എന്ന് പണ്ട് നയനാർ പറഞ്ഞിരുന്നു. അടിച്ച് മിന്നിട്ട് നമ്മുടെ ആൾക്കാരായിരുന്നു. കണ്ണൂർ പുള്ളി പ്രസംഗിക്കുമ്പോൾ ഞാൻ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പ്രാസംഗികൻ ഒരാൾ നയനാരായിരുന്നു. വെക്കേഷനാണ്, നല്ല ചൂടുമാണ്, തണുത്ത് കുളിർത്ത് വരട്ടെ. നല്ല കാര്യം, നന്നായി വരട്ടെ. മഴ പെയ്യുന്നെങ്കിൽ മഴയും പെയ്യട്ടെ, പ്രാർത്ഥന ഫലിക്കട്ടെ.